بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. എന്താണ് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ? التوسط للغير بجلب منفعة أو دفع مضرة. ഇതാണ് ഇസ്തിലാഹിൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയോ ഉപദ്രവത്തെ തടയുന്നതിന് വേണ്ടിയോ അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ വെക്കുക. ശഫാഅത്ത് എത്ര തരത്തിലുണ്ട്? ഏതൊക്കെയാണ്? ഷഫാഅ അൽ മൻഫിയ ഷഫാഅ അൽ മുസ്ബത. അപ്പോൾ ഷഫാഅ അൽ മൻഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് തേടപ്പെടുന്നത്. ഹിയല്ലതി തുത്ലബ് മിൻ ഗൈരില്ലാഹ്. ഷഫാഅ അൽ മുസ്ബത, അതിന് എത്ര ഷർത്തുകളാണുള്ളത്? 2. ഏതൊക്കെയാ? അൻ തുത്ലബ് മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് തേടപ്പെടലും അള്ളാഹു തആല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി തേടപ്പെടുന്നത്. അതിന് ദലീൽ എന്താണ്? അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം എന്നുള്ളതിന്റെ തെളിവ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കണം എന്നുള്ളത്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തആല തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർക്ക് ശഫാഅത്ത് ചോദിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു തആല തൃപ്തിപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണ്? അഹ്ലുൽ ഈമാൻ. ശഫാഅ അൽ മുസ്ബത, അതിന്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഒരു ഇനം പറയും, ശഫാഅ അൽ ഉദ്മ. അത് ആർക്ക് മാത്രമുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ച്? ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച്, അഹ്ലുൽ മൗഖിഫിന് വേണ്ടി. അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രണ്ടാമത്തെ ഇനം അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾക്ക് വേണ്ടി. എന്തിനാണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് വേണ്ടി. മൂന്നാമത്തത് സ്വർഗവാസികളുടെ ചിലരുടെ ദറജ സ്വർഗത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി. നാലാമത്തത് റസൂലിന്റെ പിതൃവനായിട്ടുള്ള അബൂ ത്വാലിബിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. ആ ഷഫാഅത്ത് കൊണ്ട് അദ്ദേഹം നരകത്തിൽ നിന്ന് പുറത്തു കിടക്കും. പിന്നെന്താണ് സംഭവിക്കുക? നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് അതിന്റെ തീവ്രത കുറഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുവരപ്പെടും. ലഹ്ലാഹ്മിനന്നാർ. അഞ്ചാമത്തത് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട തൗഹീദിന്റെ ആളുകൾ, അഹ്ലു തൗഹീദിന് അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. ആറാമത്തത് നരകത്തിലേക്ക് പ്രവേശിക്കാൻ അർഹരായിട്ടുള്ളവർ പ്രവേശിക്കപ്പെടാതിരിക്കാനുള്ള ഷഫാഅത്ത്. പക്ഷെ അതിന് തെളിവില്ല. അപ്പൊ ഷഫാഅത്തിന് നിഷേധിക്കുന്ന അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട 2 കക്ഷികൾ ഏതൊക്കെയാണ്? അൽ മുഅ്തസില വൽ ഖവാരിജ്. അത് ഖവാരിജുൽ വിശ്വാസം, ആരെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ അവനവിടെ എന്നേക്കുമായി നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഷഫാഅത്ത് അല്ലെങ്കിൽ തേടപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരിൽ നിന്ന് 4 കാര്യങ്ങളെ ഈ ആയത്തിലൂടെ നിഷേധിക്കുന്നുണ്ട്. ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അതേപോലെ അതിനുശേഷമുള്ള ആയത്ത് വലാ തൻഫഉ ശഫാഅ ഇല്ലാ ലിമൻ അദിന ലഹ്. അപ്പൊ 4 കാര്യങ്ങളെ അല്ലാഹു തആല ഇതിൽ നിന്ന് നിഷേധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തത് അൽ മുൽക്ക്, ആധിപത്യത്തിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊന്നും അവകാശമില്ല. രണ്ടാമത്തത് വൽ മുഷാറക, സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. മൂന്നാമത്തത് എന്താണ്? അൽ മുആവന, അതിന്റെ കാര്യത്തിൽ, സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സഹായിക്കുന്നവരുമല്ല. നാലാമത്തത് അശ്ശഫാഅ, ഏതൊഴിച്ച് അള്ളാഹു തആല അനുമതി നൽകിയവർക്കൊഴിച്ച്.
طيب قال رحمه الله قال أبو العباس من ആരാണ് അബുൽ അബ്ബാസ്? അബ്ദുല്ല ബിൻ അബ്ബാസ്. പക്ഷെ ഇവിടെ അദ്ദേഹമല്ല. അബുൽ അബ്ബാസ് ഹുവ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. وشيخ الإسلام تقي الدين أحمد ابن عبد الحليم بن عبد السلام بن تيمية. تقي الدين أحمد بن عبد الحليم ابن عبد السلام ابن تيمية رحمه الله. فدايتنا كنيتنا أبو العباس. ولم يتزوج رحمه الله لأنه كان مشغولا بالعلم والجهاد وليس زاهدا في السنة. فشيخ رحمه الله شيخ الإسلام അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബുൽ അബ്ബാസ്. അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല. കാരണം ഇൽമിലും ജിഹാദിലും അദ്ദേഹം തിരക്കിലായിരുന്നു. നേരെ മറിച്ച് റസൂലിന്റെ ആ സുന്നത്തിനോട് വിരക്തി കാണിച്ചത് കൊണ്ടല്ല അദ്ദേഹം വിവാഹം ചെയ്യാതിരുന്നത്. വലൈസ ലഹു വലദ് ويجوز للإنسان أن يقنع نفسه فإن لم يكن له ولد. അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് കുട്ടികളില്ലെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം? കുനിയത്ത് സ്വീകരിക്കാം. ജായിസാണ്. طيب قال أبو العباس نفى الله عما سواه كل ما يتعلق به المشركون فنفى أن يكون لغيره ملك أو قسط منه أو يكون عونا لله ولم يبق إلا الشفاعة فبين أنها لا تنفع إلا لمن أذن له الرب كما قال تعالى ولا يشفعون إلا لمن ارتضى. فهذه الشفاعة التي يظنها المشركون هي منفية يوم القيامة كما نفاها القرآن. وأخبر النبي صلى الله عليه وسلم أنه يأتي فيسجد لربه ويحمده لا يبدأ بالشفاعة أولا ثم يقال له ارفع رأسك وقل يسمع وسل تعطى واشفع تشفع. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, അതായത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞ അതേപോലെയുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഷെയ്ഖായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കാര്യത്തെ ഈ ആയത്ത് കൊണ്ട് നിഷേധിക്കുന്നു. فنفى أن يكون لغيره ملك أو قسط منه أو يكون عونا لله ولم يبقى إلا الشفاعة. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അല്ലെങ്കിൽ ഈ ആകാശഭൂമികളിലുള്ള ഏതെങ്കിലും ഒന്നിൽ അവർക്ക് ആധിപത്യമില്ല, അല്ലെങ്കിൽ ഉടമസ്ഥതയില്ല, അതിൽ അവർക്ക് പങ്കാളിത്തമില്ല, ആ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ സഹായിക്കുന്നുമില്ല. എല്ലാത്തിനെയും ഈ ആയത്ത് കൊണ്ട് നിഷേധിക്കുകയാണ്. പിന്നെ ബാക്കിയാകുന്ന എന്തുമാത്രമാണ്? അഷ്ശഫാഅ. എന്നിട്ട് ആ ഷഫാഅത്തിനെ ബയാൻ ചെയ്തു. ഫബയ്യന അന്നഹാ ലാ തൻഫഉ ഇല്ലാ ലിമൻ അദിന ലഹു റബ്ബ്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുമതി നൽകിയവർക്ക് മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ, ആ ഷഫാഅത്ത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. അല്ലാഹു തആല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഷഫാഅത്തില്ല. അപ്പോ മുശ്രിക്കീങ്ങൾ വിചാരിക്കുന്ന ഷഫാഅത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിഷേധിക്കും, ഖുർആൻ നിഷേധിച്ചതുപോലെ. ആ തരത്തിലുള്ള ഷഫാഅത്തിനെ ഖുർആൻ നിഷേധിച്ചു. അതേപോലെ ഖിയാമത്ത് നാളിൽ ഇന്ന് മുശ്രിക്കീങ്ങൾ വിചാരിക്കുന്ന, അവർക്ക് ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്ന ഷഫാഅത്തിനെ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ثم وأخبر النبي صلى الله عليه وسلم أنه يأتي رسول الله صلى الله عليه وسلم അറിയിച്ചു തന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ വരികയും ഫയസ്ജുദു ലിറബ്ബിഹി, തന്റെ റബ്ബിന് സുജൂദ് ചെയ്യുകയും വയഹ്മദുഹു, അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും.
അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അള്ളാഹുവിന് സുജൂദ് ചെയ്യും, അള്ളാഹുവിനെ സ്തുതിക്കും. ലാ യബ്ദഉ ബിശഫാഅത്തി അവ്വലൻ. അപ്പോൾ ഷഫാഅത്ത് ഏറ്റവും ആദ്യം വന്ന ഉടനെ തന്നെ ഷഫാഅത്ത് കൊണ്ടല്ല റസൂൽ ആരംഭിക്കുക. നേരെ മറിച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്ത് അള്ളാഹുവിനെ ഹംദ് ചെയ്ത് അതിനുശേഷമാണ് ഷഫാഅത്ത്. സുമ്മ യുഖാലു ലഹു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഇർഫഅ റഅസക, നിന്റെ തല ഉയർത്തുക. വഖുൽ, നീ പറയുക, യുസ്മഅ, നിന്റെ സംസാരം കേൾക്കപ്പെടും. വസൽ, നീ ചോദിക്കുക, തുഅത, നീ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് നൽകപ്പെടും. വഷ്ഫഅ തുശഫഅ, നീ ശഫാഅത്ത് ചെയ്യുക, നിന്റെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നതാണ്. وهذا جاء في حديث أبي هريرة عند البخاري ومسلم. عن أبي هريرة رضي الله عنه أنه قال: قلت يا رسول الله. طيب. وقال أبو هريرة رضي الله تعالى عنه، أبو هريرة رضي الله تعالى عنه أنه قال: من أسعد الناس بشفاعتك يا رسول الله. താങ്കളുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ആരാണ്? فقال: من قال لا إله إلا الله خالصا من قلبه فتلك الشفاعة لأهل الإخلاص بإذن الله ولا تكون لمن أشرك بالله. وهذا الحديث رواه البخاري. وعن أبي هريرة رضي الله عنه قال: قلت يا رسول الله من أسعد الناس بشفاعتك يوم القيامة. من أسعد الناس بشفاعتك يوم القيامة. ഖിയാമത്ത് നാളിൽ താങ്കളുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും അധികം ഭാഗ്യം ലഭിച്ച ആളുകൾ ആരാണ്? فقال صلى الله عليه وسلم: فقال: لقد ظننت يا أبا هريرة ألا يسألني عن هذا الحديث أحد أول منك. رسول الله صلى الله عليه وسلم: لقد ظننت يا أبا هريرة ألا يسألني عن هذا الحديث أحد أول منك. ഞാൻ വിചാരിച്ചു ഈ ഹദീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇൽമിനെ സംബന്ധിച്ച് നിനക്ക് മുമ്പ് ഒരാളും എന്നോട് ചോദിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചു, എന്ന് ഞാൻ ആഗ്രഹിച്ചു. ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, നിന്റെ ഹദീസിനോടുള്ള ഹദീസ് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇൽമു പഠിക്കാനുള്ള താല്പര്യം ഞാൻ കണ്ടത് കാരണത്താൽ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നൊരു ഫായിദ, വമിൻ വസായിലി തഹ്സീലിൽ ഇൽം അസ്സുആൽ, ഇൽമ് ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ് അതിനെ സംബന്ധിച്ച് ചോദിക്കുക എന്നുള്ളത്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമിനെ സംബന്ധിച്ച് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ആ ഇൽമ് കിട്ടി. മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ ആരാണ്? ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി ഔ ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവനാണ് ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചവൻ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ അവനാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഖിയാമത്ത് നാളിൽ ഭാഗ്യം ലഭിക്കുന്നവൻ. ഫതിൽക ഷഫാഅ ലിഅഹ്ലിൽ ഇഖ്ലാസ് ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി
ആ ഷഫാഅത്ത് ലഭിക്കുന്നവരാരാണ്? ഷഫാഅത്തിന്റെ ആളുകൾ അഹ്ലുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ ആളുകളാണ്. അഹ്ലുൽ തൗഹീദ് വൽ ഈമാൻ, മുവഹിദീങ്ങളാണ്, ഈമാനിന്റെ ആളുകളാണ് അവർ. വലാ തകൂനു ലിമൻ അശ്റക ബില്ലാഹ്, അല്ലാഹു തആലയോട് ശിർക്ക് ചെയ്തവർക്കുള്ളതല്ല ഷഫാഅത്ത്. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരി, അതുപോലെ തന്നെ ഇമാം അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ അവരെല്ലാവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ബാബുൽ ഹിർസി അലൽ ഇൽം, ഇൽമിന്റെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കലുമായി ബന്ധപ്പെട്ട അധ്യായം, ആ അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ലിഅന്നഹു ഖാൽ ലിമാ റഅയ്ത മിൻ ഹിർസിക അലൽ ഇൽമി യാ അബാ ഹുറൈറ. അപ്പൊ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫായിദ, ഷഫാഅത്തിന്റെ ഒരു ഷർത്ത് കൂടി. ഷഫാഅത്തിന്റെ ഒരു ഷർത്തിൽപ്പെട്ടതാണ് അൽ ഇഖ്ലാസ് ഫി ഖൗൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ ഇഖ്ലാസു ഫി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലുള്ള ഇഖ്ലാസ്. അപ്പം അങ്ങനെയുള്ളവനാണ് ഷഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹൻ. طيب قال حقيقته أن الله سبحانه هو الذي يتفضل على أهل الإخلاص ويغفر لهم بواسطة دعاء من أذن له أن يشفع. അപ്പോൾ ഇഖ്ലാസുള്ള ആളുകൾ, മുഖ്ലിസീങ്ങൾ, മുവഹിദുകൾ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു മഹത്തായ ഔദാര്യമാണ്. അല്ലാഹു തആല അനുമതി നൽകിയ ആളുകളുടെ ദുആ കൊണ്ട്, അവരുടെ ആ ഷഫാഅത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നുള്ളത്. ലിയുക്രിമഹു വയനാലുൽ മഖാമുൽ മഹ്മൂദ് ഫശ്ശഫാഅ അല്ലതി നഫാഹൽ ഖുർആൻ മാ കാന ഫീഹാ ശിർകുൻ. ഇനി ഖുർആൻ നിഷേധിച്ചിട്ടുള്ള ഷഫാഅത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഷിർക്ക് അടങ്ങിയിട്ടുള്ള ഷഫാഅത്താണ്, ഷിർക്കുള്ള ഷഫാഅത്താണ്. വലിഹാദാ അസ്ബത അശ്ശഫാഅ ബിഇദ്നിഹി ഫീ മവാദിഅ. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ, ഖുർആനിൽ തന്നെ മറ്റ് ആയത്തുകളിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയുള്ള ഷഫാഅത്തിനെ സ്ഥിരപ്പെടുത്തിയത്. ഒരു ആയത്തിൽ അല്ലാഹു തആല ഷഫാഅത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതേ തരത്തിലുള്ള ഷഫാഅത്താണ്, ഷിർക്കുള്ള ഷഫാഅത്താണ്. അതുകൊണ്ട് തന്നെ മറ്റ് ചില ആയത്തുകൾ അല്ലാഹു തആല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയുള്ള ഷഫാഅത്തിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. വഖദ് ബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ ലാ തകൂൻ ഇല്ലാ ലി അഹ്ലി തൗഹീദ് വൽ ഇഖ്ലാസ്. ഇൻതഹാ കലാം. ആ ഷഫാഅത്ത് ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് റസൂൽ നമ്മളോട് വ്യക്തമാക്കിയത് ഇഖ്ലാസിന്റെ ആളുകൾ, തൗഹീദിന്റെ ആളുകൾ, മുവഹിദീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവർക്ക് മാത്രമേ ഈ ഷഫാഅത്ത് ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിനോട് ഒപ്പം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന മുശ്രിക്കീങ്ങൾക്ക് ലഭിക്കുന്നതല്ല ആ ഷഫാഅത്ത്. طيب مسألة هل يجوز للإنسان أن يقول اللهم إني أسألك الشفاعة يوم القيامة، اللهم إني أسألك الشفاعة يوم القيامة. അള്ളാഹു ഞാൻ നിന്നോട് ഖിയാമത്ത് നാളിൽ ഷഫാഅത്തിനെ ചോദിക്കുന്നു എന്ന് ഒരാൾക്ക് ദുആ ചെയ്യൽ ജായിസാണോ? അല്ലെങ്കിൽ അൻ യത്ലുബ മിനൽ അംബിയാഇ വൽ മുർസലീൻ വൽ ഔലിയാ അഷ്ഫാഅ, അല്ലെങ്കിൽ അംബിയാക്കളിൽ നിന്നോ മുർസലീങ്ങളിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നോ ഷഫാഅത്ത് തേടൽ അനുവദനീയമാണോ? അതല്ലെങ്കിൽ അള്ളാഹുവിനോടാണോ ഷഫാഅത്തിനെ ചോദിക്കേണ്ടത്? ഷഫാഅത്തിനെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഷഫാഅത്തിനെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇനി അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്യാമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഫാഅ യൗമൽ ഖിയാമ. അം യസ്അൽ ഔ യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. ഇതിലേതാണ് അഫ്ളലായിട്ടുള്ളത്? അല്ലാഹു തആലയോട് ഷഫാഅത്തിനെ ചോദിക്കലാണോ അഫ്ളൽ? അതല്ല ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കലാണോ അഫ്ളൽ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഫാഅ യൗമൽ ഖിയാമ, അല്ലാഹു ഞാൻ നിന്നോട് ഖിയാമത്ത് നാളിൽ ഷഫാഅത്തിനെ ചോദിക്കുന്നു. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹു ഞാൻ നിന്നോട്
ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കുന്നു. ഇതിലേതാണ് അഫ്ദലായിട്ടുള്ളത്? ഫൽഅഫ്ദൽ അൻ തഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അതാണ് അഫ്ദൽ. അല്ലാഹു തആലയോട് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കലാണ് അഫ്ദൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ വന്നിട്ടുള്ളത്. സഹാബികൾ لكن الشفاعة العظمى تنالنا إن شاء الله. شفاعة الرسول صلى الله عليه وسلم تنالنا. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അഹ്ലുൽ മൗഖിഫിന് വേണ്ടി ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച് ചെയ്യുന്ന ആ ഷഫാഅത്ത് നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. فأيضا لا بأس أن يسأل الإنسان في الموقف وفي دخول الجنة شفاعته لدخول الجنة وإلا فأنفى الدعاء واجمع الدعاء أن يسأل الإنسان ربه والعافية في الدنيا والآخرة. فالله تعالى يقول മൗഖിഫിൽ വെച്ച് ഷഫാഅത്തിന് വേണ്ടി അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഷഫാഅത്ത് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ജായിസാണ്. പക്ഷേ അഫ്ദൽ അതുപോലെ തന്നെ അൻഫ അജ്മ ആയിട്ടുള്ള ദുആ അല്ലാഹു തആലയോട് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിന് ചോദിക്കലാണ്. طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. എന്താണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? التوسط للغير بجلب منفعة أو دفع مضرة. ഇതാണ് ഇസ്തിലാഹിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ഉപകാരത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയോ ഉപദ്രവത്തെ തടയുന്നതിന് വേണ്ടിയോ അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ വെക്കുക. ഷഫാഅത്ത് എത്ര തരത്തിലുണ്ട്? ഏതൊക്കെയാണ്? ഷഫാഅ അൽ മൻഫിയ വശഫാഅ അൽ മുസ്ബത. ഷഫാഅ അൽ മൻഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് തേടപ്പെടുന്നത്. ഹിയല്ലതി തുത്ലബ് മിൻ ഗൈരില്ലാഹ്. طيب ഷഫാഅ അൽ മുസ്ബത അതിന് എത്ര ഷർത്തുകളാണുള്ളത്? 2. ഏതൊക്കെയാണ്?